നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതിനേക്കാൾ രുചിയിൽ നമുക്ക് എന്ത് ചെയ്യുക അത് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. എടുത്തിരിക്കുന്നത് ഈ റൈസാണ്. അപ്പോൾ അത് നമ്മൾ 1 കിലോൻ്റെ പാക്കറ്റാണ്. അതിൽ കുറച്ച് മാറ്റിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ അരി നമ്മൾ എത്ര നേരം സോക്ക് ചെയ്യാനൊക്കെ വെക്കണം എന്നുള്ള കാര്യം അതിൻ്റെ പുറകിൽ ഇൻസ്ട്രക്ഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് 30 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് കുതിരണം. അതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിങ്ങനെ അരമണിക്കൂർ വെക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അരിയുടെ 2 പാത്രം വെള്ളം, അരിയുടെ അളവിൻ്റെ കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ല വെള്ളം തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ഒരു കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. നേരെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ആ റൈസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാണ്. വെള്ളം നല്ല ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഒന്നതായതിനു ശേഷം നമ്മൾ ഈ അരി ഇതിലേക്ക് ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലിട്ടിട്ട് ഒരു 8-9 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഫുള്ളായിട്ട് വേവണ്ട, ഒരു 19% വേവണ പോലെ, കുറച്ച് അരി ഒരു 3/4 വേവണ പോലെ മാത്രം വെന്താൽ മതി. അതിന് ശേഷം ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് വേവും. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അരി വെന്ത് കഴിഞ്ഞു. നമ്മളത് ഒരു പകുതി വേവായപ്പോൾ നമ്മളതിനെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒന്ന് പരത്തിയിട്ട് നമുക്ക് അരി ഒന്ന് നന്നായിട്ട് വേവിച്ച് വെച്ച റൈസ് ഒന്ന് നന്നായിട്ട് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷൻ്റെ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കനെ ഒന്ന് നമ്മൾ മസാലയൊക്കെ തേക്കാൻ വേണ്ടി പോകണം. ചിക്കൻ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായി കഴുകി വെച്ച ചിക്കനാണ്, ചെറിയ പീസാക്കുക. നമ്മൾ എല്ലാം ഒന്നും എടുത്തിട്ടില്ല, മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതൊരു 15 മിനിറ്റ് അങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം ചൂടായതുകൊണ്ട് നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്.
ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ വേവുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല വെന്തതിന് ശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, അതേപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി കുറച്ച്, ഒരു വലിയ ഉള്ളി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്. അതായത് ഉള്ളിൻ്റെ തണ്ടാണ് അത് മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന 2 കോഴിമുട്ടയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓയിൽ, പിന്നെ സോയാ സോസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പാത്രം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി നമ്മൾക്കിതിൽ ആഡ് ചെയ്യാണ്. ഇഞ്ചി ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്യാണ്. ചെറിയ ഉള്ളി ആഡ് ചെയ്യണം. ഇതിലേക്ക് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാൻ നോക്കണം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചെറുതായി മുറിച്ച് വെച്ച് ക്യാരറ്റ് ആഡ് ചെയ്യാം. അതിന് വേവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ക്യാപ്സിക്കത്തിലേക്ക് ആഡ് ചെയ്യണം. വെല്ലുവിളി നമ്മളിടുക. സ്പ്രിംഗ് ഓണിയൻ ഉള്ളിയുടെ തണ്ടില്ലേ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ആഡ് ചെയ്യണം. നമ്മൾ ഇതിനൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മളിതിൽ 2 കോഴിമുട്ടയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സൈഡിൽ വെച്ചാൽ മതി. കോഴിമുട്ട 2 സൈഡിൽ ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി പൊരിക്കണം.
നമ്മൾ 2 കോഴിമുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വെന്തതിന് ശേഷം ഒരു വേലം വെച്ചതിന് ശേഷം അത് നന്നായി ചിക്കി ആയതിനു ശേഷം ഒന്ന് വെന്തതിന് ശേഷം മറ്റുള്ള മസാല ഇട്ട് അത് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നന്നായിട്ട് നമുക്ക് മറ്റുള്ളവർ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ അടുപ്പിൻ്റെ ഫ്ലെയിമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് കുറച്ച് വെക്കണം. കാരണം നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതായി പോകും. അപ്പോൾ ഒരുപാട് വേവാനും പാടില്ല. നമുക്കത് എന്ന് വെച്ചാൽ ഒറ്റ ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാകും വേണം. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനാണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ഒഴിക്കുകയാണ്. നമ്മൾ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാവുന്ന. നമുക്ക് ഇത് ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പല മാറ്റങ്ങളും വരുത്താം. നമുക്ക് ഓരോരുത്തരുടെ എങ്ങനെയാണോ ഇത് നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പറയുന്നത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുരുമുളക് പൊടി കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എരിവ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്യാം. തീ ഫ്ലെയിം കമ്മിയാക്കിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി തണുപ്പിച്ച് വെച്ച റൈസ് നമ്മൾക്കിതിൽ കണ്ടോ. നമ്മൾ ഓരോ റൈസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ഉടയാതെ രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ഒരു കുറച്ച് വിനീഗർ, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മേലെ കൂടെ ഒഴിക്കാൻ പോകുന്നത്. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ ഫുള്ളായിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്.